എല്ലാവരും ക്ലാസ്സിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ പേരും റെഡിയും സന്തോഷത്തോടുകൂടി റെഡിയും പറയുക. നെയിം ഹാപ്പി, ഐ എം റെഡി. ഒട്ടും മറക്കണ്ട, എല്ലാവരും വന്നോളുക. യെസ് 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 കമോൺ 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 കമോൺ. അപ്പൊ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് വീണ്ടും ഓർപ്പിക്കുന്നു, പുതിയ ആൾക്കാരുണ്ടാവും, യൂട്യൂബ് ശരിക്കും ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും. അവരെല്ലാവരും നിങ്ങൾ അതിനകത്ത് ഒരു ബട്ടൺ ഉണ്ട്, എന്താണ് സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇവിടുത്തെ ക്ലാസ്സുകൾ കിട്ടും. പലർക്കും സൂമിൽ കയറാൻ സാധിക്കുന്നില്ല, അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല, നിങ്ങൾ സൂമിൽ കയറണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ആ യൂട്യൂബ് വീഡിയോ എല്ലാ ദിവസവും രാവിലെ വരുന്ന കണ്ടാൽ മതി, എന്നിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. ഞങ്ങൾ ഇവിടെ ഒന്നും വേറൊന്നും സെപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന പണം 1 മണിക്കൂറിനുള്ളിൽ ലഭിക്കാൻ നിങ്ങൾ തയ്യാറാണ്, റെഡിയാണല്ലോ? റെഡിയാണ് എല്ലാവരും അല്ലെ? എല്ലാവരും ഒരു 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 ഇമോജി ഇട്ടെ, റെഡിയാണെങ്കിൽ. റിയാക്ട് എന്നതിൽ പോയിട്ട് ഒരു സ്നേഹം ഇട്ടെ, നിങ്ങൾക്ക് ഇതുപോലൊരു സ്നേഹം ഇട്ടെ. ആഗ്രഹിക്കുന്ന പണം നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവരെയും പെന്നും പേപ്പറും ഉണ്ടല്ലോ, ബുക്സ് എല്ലാവരും ഉണ്ടല്ലോ. ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ വരുമ്പോൾ ആദ്യത്തെ കണ്ടീഷനാണ് ബുക്കും പേപ്പറും ഉണ്ടായിരിക്കണം. ഒരു പെന്നോ പെൻസിലോ കയ്യിൽ വേണം. മഷി പെന്ന് വേണമെന്നൊന്നുമില്ല, ബ്ലൂ പെന്ന് വേണമെന്നില്ല, റെഡ് പെന്ന് വേണം, അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഒരു പെന്നോ പേപ്പറോ ഉണ്ടാവണം എന്നുള്ള നിർബന്ധം. കാരണം പലതും നമുക്ക് എഴുതി വെക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ട കാര്യം, നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് തീരുമാനിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ആഗ്രഹമുള്ള പണം എത്രയാണെന്ന് ഒറ്റ ഡിജിറ്റിൽ അവിടെ എഴുതുക. വെട്ടില്ല, തിരുത്തില്ല, ഒരൊറ്റ പോയിന്റിൽ അവിടെ എഴുതുക. നിങ്ങൾക്ക് ആഗ്രഹമുള്ള പണം എത്രയാണെന്ന്. നോ മോർ വെട്ടൽ, നോ മോർ തിരിച്ചൽ, ഒന്നുമില്ല, ഒറ്റ വാക്കിൽ എഴുതാൻ പറ്റണം. ഇത് എഴുതാൻ പറ്റുന്ന സ്മാർട്ട് ബോയ്സ് ഇവിടെ എത്ര ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എല്ലാവരും എഴുതിയല്ലോ, ഒറ്റ ഡിജിറ്റിൽ എഴുതിയല്ലോ. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് കടക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, ലളിതമായി അത് കയ്യിൽ വരാനുള്ള. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എഴുതണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ തുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ആ തുക ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എഴുതിക്കോളൂ, അവിടെ എഴുതിക്കോളൂ. ഉണ്ടോ ഇല്ലെന്ന് അവിടെ എഴുതിയാൽ മതി, അവിടെ എഴുതിക്കോളൂ. ഉണ്ട് അല്ലെ? ഓൾമോസ്റ്റ് ആൾക്കാർ പറയും ഉണ്ടെന്ന് പറയും അല്ലെ? ഓൾമോസ്റ്റ് ആൾക്കാർ ഉണ്ടെന്ന് പറയുമല്ലോ. ലഭിച്ചിട്ടില്ല എന്നവരാണെങ്കിൽ പറഞ്ഞു, ഓക്കെ, ലഭിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആൾക്കാർ ലഭിച്ചിട്ടുണ്ട് തന്നെ. ആ തുക നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങളുടെ വികാരം എന്തായിരുന്നു അത് ലഭിച്ചപ്പോ? ഒന്ന് ആലോചിച്ച് നോക്കി. സന്തോഷമായിരുന്നോ? നിങ്ങൾ ഒന്നും ചിന്തിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ഭയങ്കര വികാരമായിരുന്നോ? അല്ലെങ്കിൽ കരച്ചില് വന്നോ? സന്തോഷം വന്നോ? അല്ലെങ്കിൽ ഭയം തോന്നിയോ? എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? സ്വാഭാവികം നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഹാപ്പി പറയും, അതല്ല അർത്ഥം കേട്ടോ. ശരിക്കും നിങ്ങൾ മനസ്സിന് തൊട്ട്, ഇവിടെ എഴുതുന്നതിന് യാതൊരു പ്രസക്തിയില്ല. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തൊട്ടു നോക്കുക. നിങ്ങൾ ഈ പറഞ്ഞ തുക നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തൊട്ടു നോക്കി സത്യസന്ധമായി എഴുതുക. സന്തോഷം എന്നൊക്കെ ഇവിടെ ഹാപ്പിനെസ് മസ്റ്റ് എന്നിട്ട് ഹാപ്പി ഹാപ്പി പറയും. പക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ നിങ്ങൾക്കറിയും നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു. അത് മാത്രം. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എഴുതി അയക്കേണ്ട ആവശ്യമില്ല, നിങ്ങളാണ് ഫീൽ ചെയ്യുന്ന ആൾ എന്ന് അറിയിക്കുക. ഇത് വളരെ ലളിതമാണ്. ഫീൽ ചെയ്തല്ലോ, മനസ്സിലായല്ലോ, എന്തായാലും അത് എഴുതി വെച്ചല്ലോ. ഇനിയുള്ള ചോദ്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പണം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? ഇനിയും നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? യെസ്. ശൂന്യതയിലേക്ക് എറിയരുത്, ശൂന്യതയിൽ കല്ലെറിയരുത്. അത് തിരിച്ച് ഏത് ഭാഗത്തും വീഴും. ഉണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് ആത്മാർത്ഥമായിരിക്കണം നിങ്ങളുടെ ഓരോ വാക്കുകൾ. വെറുതെ ഇലൂഷൻ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ സാധനം കിട്ടില്ല. ഇലൂഷൻ സൃഷ്ടിക്കരുത്, ആത്മാർത്ഥമായിരിക്കണം. ഞാൻ വീണ്ടും വീണ്ടും ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് കാരണം എല്ലാവരും ശൂന്യതയിലേക്ക് പറയും. അതല്ല, ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം എന്ന് എഴുതുന്നു. ഇനി അടുത്തൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ചിലവർക്ക് മാത്രമായി പണം ലഭിക്കുകയും മറ്റു ചിലർക്ക് കിട്ടുക? അതായത് നമുക്കിപ്പോ നമ്മളെ കാര്യം തന്നെ എടുക്കാമല്ലോ. ചിലർക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടുന്നു, നമുക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്?
നിങ്ങളുടെ ചിന്തയിൽ എന്തായിരിക്കും അതിന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് ടൈപ്പ് ചെയ്ത്. ചിലവർക്ക് ഇഷ്ടം പോലെ ആവശ്യത്തിനനുസരിച്ച് പൈസ കിട്ടുന്നത്, എനിക്ക് കിട്ടുന്നില്ല, എന്തുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടാത്തത്? ടൈപ്പ് ചെയ്ത് നോക്കി നിങ്ങൾ ആൻസർ. ഇതൊന്ന് ചിന്തിച്ചു നോക്കണം. ശ്രമിക്കാത്തതുകൊണ്ട് ചിന്തകൾ മാറ്റം വരുന്നു. ബിലീവ്സ്, വിശ്വാസമില്ലാത്തത് കൊണ്ട് പെർഫെക്റ്റ് ആക്ഷൻ വിത്ത് കോൺഫിഡൻസ്. കിട്ടിയതിന് നന്ദിയില്ല, ഞാനൊന്നും കേട്ടില്ല. ആഹാ, എന്താ? ക്യാഷിന്റെ ആകർഷണമില്ല, വിശ്വാസമില്ല, മൈൻഡ് സെറ്റ് ആണ് വിഷയം, അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇനി നിങ്ങൾ ടൈപ്പ് ചെയ്തു ആത്മാർത്ഥമായ ശ്രമം ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കാശ് നമുക്ക് വരാത്തത് ആരുടെ വിഷയമാണ്? ആരാണ് നമുക്ക് കാശ് വരാത്തതിന് ഉത്തരവാദി? നമ്മൾ തന്നെയല്ലേ? റിലേഷൻഷിപ്പും നമ്മൾ തന്നെയാണ് നമുക്ക് കാശ് വരാത്തതിന് പൂർണ്ണമായ ഉത്തരവാദി. നമ്മുടെ മൈൻഡ് സെറ്റ് എന്നോ കോൺഫിഡൻസ് ഇല്ലായ്മയെന്നോ അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കാത്തതുകൊണ്ടോ എന്ത് തന്നെ പറഞ്ഞാലും നമുക്കിലേക്ക് കാശ് വരാത്തതിന്റെ പരിപൂർണ ഉത്തരവാദി നമ്മൾ മാത്രല്ലേ? ആണല്ലോ. അപ്പോൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? അത് ലഭിക്കണമെങ്കിൽ പൂർണ്ണമായി നമ്മൾ തന്നെയാണ് ഉത്തരവാദി. അപ്പോൾ എവിടെയാണ് ഫണ്ടമെന്റലായിട്ട് മാറ്റം ഉണ്ടാവേണ്ടത്? ഫണ്ടമെന്റലായിട്ട് മാറ്റം ഉണ്ടാവേണ്ടത് എന്നിൽ തന്നെയാണ്, അല്ലെ? എന്നിലെ മൈൻഡ് സെറ്റിനെ, എന്നിലെ ബ്ലോക്കേജിനെ, എന്നിലുള്ള ഭയത്തെ, എന്നിലുള്ള ആത്മാർത്ഥമായ ശ്രമമില്ലായ്മയെ, എന്നിലുള്ള സത്യസന്ധത ഇല്ലായ്മയെ, എന്നിലുള്ള വിശ്വാസത്തെ ആണ് മാറ്റേണ്ടത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒരു പ്രാക്ടീസ് ചെയ്യണ്ടേ? 1 മണിക്കൂറിൽ നമ്മൾ ആഗ്രഹിച്ച പണം നമ്മളിലേക്ക് എത്തണം. അതാണ് നമ്മുടെ ഇന്റൻഷൻ, നമ്മുടെ ആവശ്യം. റെഡി? നൗ എല്ലാവരും തയ്യാറാവുക. മെഡിറ്റേഷൻ മൂഡിലേക്ക് പോകാൻ തയ്യാറാവുക. നിങ്ങൾ ആഗ്രഹിച്ച പണം എന്താണോ അത് കൃത്യമായി മനസ്സിൽ കൊണ്ടുവരിക. ഓക്കെ, റെഡി? ഞാൻ ഒരു ചെറിയൊരു മ്യൂസിക് വെച്ച് തരാം. നമ്മൾ മെഡിറ്റേഷന്റെ ഫണ്ടമെന്റൽ ഇതാണല്ലോ, അല്ലെ? നമ്മൾ മെഡിറ്റേഷൻ എപ്പോഴും എല്ലാവർക്കും സിറ്റ് ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ. റിലാക്സ് യുവർ ബോഡി. പൂർണ്ണമായും റിലാക്സ് ചെയ്യുക. എവിടെയാണോ നമ്മൾ റിലാക്സേഷനിലേക്ക് പോകുന്നത് അപ്പോൾ മാത്രമേ നമ്മുടെ ബുദ്ധി തത്തുല്യമായി ഉയരുകയുള്ളൂ, ഫോക്കസ് നടക്കുകയുള്ളൂ എന്നറിയുക. അതുകൊണ്ട് ഷുഡ് ബി റിലാക്സ്, ഫോക്കസ് യുവർ സെൽഫ്. സ്വസ്ഥമായിരിക്കുക. സ്വസ്ഥമായിരിക്കുക. ഇനി നിങ്ങൾ നേരത്തെ നിങ്ങൾ ആഗ്രഹിച്ച ആ പണം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ആഗ്രഹിച്ച ആ തുക നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എത്രയാണോ അത്രയും തുക നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. കൃത്യമായി മനസ്സിൽ വിചാരിച്ചിരിക്കുന്നു. ഇനി ആ പണം നിങ്ങളിലേക്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക? ഹൗ ഡു യു ഫീൽ ഇറ്റ്? ആ വികാരം നിങ്ങൾ കൃത്യമായി അറിയുക. ഭയമാണോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, അല്ല സന്തോഷമാണോ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നിർവികാരതയാണോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒന്നും തോന്നുന്നില്ല? അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചാണ്. എവിടെയാണോ സന്തോഷം അനുഭവിക്കുന്നത് അവിടെ മാത്രമേ വണ്ടുകൾ, അല്ലെങ്കിൽ എവിടെയാണോ പൂക്കൾ വിടരുന്നത് അവിടെ മാത്രമേ വണ്ടുകൾ വരികയുള്ളൂ എന്നറിയുക. എവിടെയാണോ സന്തോഷം അനുഭവിക്കുന്നത് അവിടേക്ക് മാത്രമേ സത്യസന്ധമായ പൂർണ്ണമായ എനർജി ഫ്ലോ ഉണ്ടാവുകയുള്ളൂ എന്നറിയുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഫീലിംഗ്സ് ആണ് വരുന്നത് എന്ന് അറിയും. ഇനി നിങ്ങൾക്ക് ആ കാശ് ലഭിച്ചു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങൾ ഉദ്ദേശിച്ച ആ പണം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, അത് പൂർണ്ണമായി ഒന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് ഏത് മീഡിയത്തിലാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അതേ മീഡിയത്തിൽ, ബാങ്കിലേക്കാവാം, ഗൂഗിൾ പേ ആവാം, എങ്ങനെയാവാം, അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. പൂർണ്ണമായും നിങ്ങൾ അത് വിശ്വസിക്കുക. എങ്ങനെ, എന്ത്, എപ്പോൾ ഒന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തി അതുണ്ടാവാതെ നിങ്ങൾക്ക് ലഭിച്ചതായി നിങ്ങൾ വിശ്വസിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പണം, നിങ്ങൾ ഉദ്ദേശിച്ച പണം ലഭിച്ചിരിക്കുന്നു. ഞാനത് അടിവരയിട്ട് പറയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു.
നിങ്ങൾ ചിന്തിച്ച, നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ പണം ഇപ്പോൾ അത് നിങ്ങളുടേതായിരിക്കുന്നു. അതുകൊണ്ട് നീ വിളിക്കുന്ന പണത്തെ വിളിക്കുന്ന നിങ്ങളുടെ പണം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? നിങ്ങളുടെ മുഖഭാവം എങ്ങനെയായിരിക്കും എന്ന് കാണട്ടെ. നിങ്ങളുടെ മുഖഭാവത്ത് വരുന്ന ഭാവം ജസ്റ്റ് ഒന്ന് അറിയട്ടെ. ഏതാണോ നിങ്ങളുടെ മുഖത്ത് വരുന്ന ഭാവം നിങ്ങൾക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, മറ്റൊരാൾക്കും പറ്റില്ലല്ലേ? അത് നിങ്ങൾ ആ പണത്തോട് നൽകുന്ന നന്ദിയാണെന്ന് അറിയുക. നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ലഭിച്ചതിന് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കത് ലഭിച്ചതിന് നിങ്ങൾ നന്ദി പറയുകയാണ്. നന്ദി നന്ദി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. 9 തവണ നിങ്ങൾ ആ പണം ലഭിച്ചതിന് നന്ദി പറയുക. ആ പണം നിങ്ങൾക്ക് ലഭിച്ചതിന് നിങ്ങൾ 9 തവണ നന്ദി പറഞ്ഞിരിക്കുന്നു. ഇനി അത് ലഭിക്കാനുള്ള കാരണം എന്തു തന്നെയായാലും നമുക്കും അപ്പുറത്തുള്ള ഒരു ദൈവത്തിന്റെ, നമുക്കും അപ്പുറത്തുള്ള ഏതോ അദൃശ്യ ശക്തിയുടെ, ദൈവത്തിന്റെ, പരമകാരുണ്യവാന്റെ, അല്ലാഹുവിന്റെ, അല്ലെങ്കിൽ മറ്റ് ഏത് ദേവതയെ നിങ്ങൾ വിളിച്ചാലും ആ ദേവതയുടെ കൃപാ കടാക്ഷമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതില്ലാതെ ഈ ലോകത്തൊന്നും നടക്കില്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നന്ദി പറയാൻ മറക്കരുത് ദൈവത്തിനോട്. നിങ്ങൾ ദൈവത്തിനോട് 11 തവണ നന്ദി പറയും. പുഞ്ചിരിച്ച മുഖത്തോടുകൂടി സമ്മാനമായി നൽകിയ ആ തുകയ്ക്ക് ദൈവത്തിനോട് 11 തവണ നന്ദി പറയുക. ആത്മാർത്ഥമായി സത്യസന്ധമായിരിക്കണം നന്ദി പറയുന്നത്. ലഭിച്ചതിന് നന്ദി നന്ദി നന്ദി. ആത്മാർത്ഥമായും ഹൃദയത്തിൽ തൊട്ടുകൊണ്ടുള്ള, ഹൃദയത്തിനകത്തു നിന്നുള്ള നന്ദിയായിരിക്കണം പ്രകാശിപ്പിക്കേണ്ടത്. വെറുതെ കൈകുപ്പി അമ്പലത്തിൽ പോയി കൈമുക്കുന്ന പോലെ ആവരുത്. ആത്മാർത്ഥമായിട്ടായിരിക്കണം ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ആ പണം നിങ്ങളുടെ കയ്യിലുണ്ട്, ഒന്നുകിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സുരക്ഷിതമായ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾക്കറിയാം, എപ്പോഴാണോ എനിക്ക് ആവശ്യമുള്ളത് അപ്പോൾ ആ പണം എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. എപ്പോഴാണോ എനിക്ക് ആ പണത്തിന്റെ ആവശ്യമുള്ളത് അപ്പോൾ എനിക്കത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങളിൽ ഇപ്പോൾ ഉണ്ട്. ആ പൂർണ്ണ വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ പൂർണ്ണമായും ആ നിങ്ങളുടെ ആഗ്രഹിച്ച പണം ലഭിച്ച ആ വൈബ്രേഷനിൽ ശരീരത്തിലെ മുഴുവൻ ആ മാറ്റം നിങ്ങളൊന്ന് ഉൾക്കൊള്ളുക. നിങ്ങളുടെ ശരീരം പൂർണ്ണമായും അതിന് തത്തുല്യമായി മാറുകയാണ്. ഓർക്കുക, ആവശ്യാനുസരണം എപ്പോഴാണോ എനിക്ക് ആ കാശിന്റെ ആവശ്യമുള്ളത് ആ സമയത്ത് യഥാവിധി, അല്ലെങ്കിൽ ഉദാരമായി, അല്ലെങ്കിൽ നമുക്ക് അൺകണ്ടീഷണലായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ഇപ്പോൾ ആ പണം നമ്മുടേതാണ്. നമ്മുടെ പണം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പണം വന്നിരിക്കും. അത് 100% നിങ്ങളിൽ എത്തിയിരിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങളുടെ എനർജിയും പണത്തിന്റെ എനർജിയും ബാലൻസ്ഡ് ആണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ എനർജിയും സത്യസന്ധമാണ്, ദൈവത്തിനുമായി കണക്ട് ചെയ്യുന്നതാണെങ്കിൽ ആ പണം നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അത് റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഇനി നിങ്ങളത് ഉപയോഗിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രക്രിയ. ഞാൻ മെഡിറ്റേഷൻ ക്ലോസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ പണം
നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് പതുക്കെ തിരിച്ചു വരാം. നൗ യു ആർ എൻ വെൽത്തി മാൻ. നിങ്ങളൊരു പണക്കാരനാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അത് എടുക്കുക, ഉപയോഗിക്കുക. താങ്ക് യു എവരി വൺ. മിറാക്കിളുകൾ നാളെ വരട്ടെ. നാളത്തെ ക്ലാസ്സിൽ പറയാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക. അൺകണ്ടീഷണലായി കളങ്കരഹിതമായി മുന്നോട്ട് പോവുക. സത്യസന്ധമായ പ്രവർത്തനം നടത്തുക. മിറാക്കിളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാകും. അതുണ്ടാവാൻ നമ്മൾ സത്യസന്ധമായി വിശ്വസിക്കുന്നത് എന്താണോ അതിനനുസരിച്ചമായ ഊർജ്ജ തലങ്ങളിലേക്ക് കൂടി ഉയർത്താൻ നമുക്ക് സാധിക്കണം. നമ്മളുടെ മാലിന്യങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ എന്ന് തിരിച്ചറിയുക.